കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പോകുന്ന വഴിയിലുള്ള പൊടിയും അങ്ങോട്ട് പോയ പൊടിയെല്ലാം കൂടെ അടിച്ചിട്ടാണ് തോന്നുന്നത് രണ്ടാമത്തെ ചേട്ടന് അപ്പം തന്നെ വലിവ് ആരംഭിച്ചു. വൈകുന്നേരം തൊട്ട് വലിവ് ആരംഭിച്ചപ്പോൾ കാളവണ്ടിയെ കയറ്റി പുള്ളിയെ പാമ്പാടി കൊണ്ടുപോയി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, യുവന്മാർ രണ്ടുപേരും കൂടെ മഞ്ഞനിക്കര കുരിശും തൊട്ടിയിലെ ബൾബ് മുട്ടിച്ചിട്ടുണ്ട്. അമ്മ അതോട് ഭയങ്കര വിഷയമാണ്. അപ്പം തന്നെ രാത്രിയിൽ അച്ചായൻ വന്നു. അച്ചായൻ വന്ന ഉടനെ അമ്മ ഈ കാര്യം അച്ചായനെ അറിയിച്ചു. അച്ചായൻ പിറ്റേ ദിവസം രാവിലെ ബൾബിൻ്റെ എണ്ണം എടുത്തു. അപ്പോൾ ഏതാണ്ട് 5 ബൾബോ 6 ബൾബോ മറ്റോ പറിച്ചിട്ടുണ്ട്. അച്ചായൻ ഒരു 10 ബൾബ് മേടിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ മഞ്ഞനിക്കരയിൽ, എന്നിട്ട് മഞ്ഞനിക്കരെ കൊണ്ട് അതിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഈ ആസ്മയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് ഇവൻ്റെ അസുഖം കുറഞ്ഞു. ഉടനെ ഞങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞു, കണ്ടോ മഞ്ഞനിക്കര പള്ളിയിലെ ബൾബ് തിരിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ അസുഖം മാറി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പള്ളിയുടെ വസ്തുക്കളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, എടുത്താൽ ഒന്നീ ശ്വാസം മുട്ടിച്ചാകും. അച്ഛൻ പറഞ്ഞു അങ്ങനെ എടുക്കാൻ പാടില്ല, എടുക്കാതിരിക്കുകയാണെങ്കിൽ നല്ല മനുഷ്യനായി തീരുകയും ചെയ്യാം. രണ്ടും കൂടെ ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് വളരെ മൂല്യമുള്ള ഒരു കാര്യമായി അതിനെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഈ അവസരത്തോടുക്കുക. ഞാനിത് പറയാൻ കാരണം ഓരോ കാലഘട്ടത്തിലും ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് അറിഞ്ഞോ അറിയാതെയോ പുതിയ തലമുറയുടെ മനസ്സിനെ സ്വാധീനിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ പെരുന്നാളുകളുടെ അർത്ഥവും തന്നെ അതാണ്. പൂർവ്വപിതാക്കന്മാരെ കുറിച്ചുള്ള ചരിത്രവും അവർ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളും പുണ്യങ്ങളും ഒക്കെ നമ്മൾ പെരുന്നാളിൽ പ്രസംഗിക്കും. അങ്ങനെ പെരുന്നാളിലെ പ്രസംഗത്തിനകത്ത് അവരുടെ വിശ്വാസവും അവരുടെ തീക്ഷ്ണതയും ഇതെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് ഒരു പ്രസംഗം അന്നത്തെ പെരുന്നാളിൽ ഒരു തിരുമേനിയോ ഒക്കെ വല്ലപ്പോഴും എല്ലാ തിരുമേനിമാരൊക്കെ പണ്ട് കാലത്ത് വരവുള്ളൂ. ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് പള്ളിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രസംഗം അവരുടെ വായിൽ നിന്ന് കേട്ട് കഴിയുമ്പോൾ ഹൃദയത്തിൽ അത് നമുക്ക് സ്പർശിച്ച് കുറേ തലമുറകളിൽ കുറേ പേരുടെയെങ്കിലും മനസ്സിൽ ഇത് സ്പർശിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ നമ്മുടെ പെരുന്നാളുകൾ ഒരു ലക്ഷ്യം അതാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ പെരുന്നാൾ പ്രസംഗങ്ങൾ കേൾക്കാൻ പോലും ആളുകളില്ല. കാരണം അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് നടക്കുന്നത്. എന്തിനേറെ ആശീർവാദത്തിന് പോലും അവസരമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ആശീർവാദം നടത്താനൊക്കെയാണ്. തിരിച്ച് കുർബാന കഴിഞ്ഞ് തിരിച്ച് ആശീർവാദം നടക്കുമ്പോൾ 5 വെടി കിട്ടി. ആ സമയത്ത് എൻ്റെ ആശീർവാദം വെടിയുടെ ഇടയിൽ കൂടെ പോയി. അവർക്ക് കിട്ടിയത് വെടിയാണ്, ഞാനും പേടിച്ചു പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. നമ്മൾ കൊടുക്കേണ്ട കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് പലപ്പോഴും കൊടുക്കാതെ പോകുന്നു എന്നുള്ളതൊരു പ്രത്യേകത. അതുകൊണ്ട് അഭിമന്യ പിതാവിൻ്റെ പരിശുദ്ധനായ തിരുമേനിയുടെ അദ്ദേഹത്തെ പരിശുദ്ധനായി തീർച്ചയായിട്ടും സഭ ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കും. അദ്ദേഹത്തിൻ്റെ പാദാന്തികത്തിലിരുന്ന് ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ചർച്ച ചെയ്യുവാനും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയ അവസരം ഒരു ഭാഗ്യമായി കരുതണം. നിങ്ങളിതിലെ കടന്നു പോകുമ്പോൾ ഈ കബറ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയും അവരോട് ഈ കഥകളൊക്കെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും ഒക്കെ അവർക്ക് താല്പര്യം കാണുകയല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവാസികളായി മരുഭൂമിയിൽ പോയി വലിയ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ജീവിച്ച് അതിനുശേഷം റിട്ടയർമെൻറ്റ് ലൈഫ് നയിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ്, വിശ്വാസികളുടെ കൂട്ടായ്മയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, യാക്കോബായ സുറിയാനി സഭയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം നന്നായി ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ മിഡിൽ ഈസ്റ്റിലെ വിദേശ മലയാളികളുടെ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും വില ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. നിങ്ങൾ ഏത് സ്ഥാപനം എടുത്ത് നോക്കൂ. ഇപ്പം ഞാൻ ഒത്തിരി പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലും ഞാൻ നടത്തി വിജയിച്ച ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ബെഡ്രിഡൻ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പാലിയേറ്റീവ് സെൻ്റർ. ഞാനത് ആരംഭിക്കുന്നത് വെറുതെ ഒരു മോഹത്തിന് വേണ്ടി ചെയ്ത കാര്യമാണ്. ഒരാളെന്നോട് വെറുതെ പറഞ്ഞു, തിരുമേനി ഇന്നത്തെ പത്രം കണ്ടില്ലേ, പാലിയേറ്റീവ് എന്ന് പറഞ്ഞൊരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അച്ഛനത് തുടങ്ങാൻ താല്പര്യമുണ്ട്, നമുക്ക് തുടങ്ങുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിന് നാളെ തന്നെ ഉറപ്പ് തുടങ്ങിയേക്കാം. അങ്ങനെ ഞാൻ പിന്നെ പിറ്റേ ദിവസം തന്നെ സംഭവം ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ച ശേഷം ആണ് എനിക്ക് മനസ്സിലായത് ഇത് ചെറിയ പരിപാടികളൊന്നും തീരുന്നില്ല.
രോഗികളുടെ ആവശ്യങ്ങൾ കൂടി വരികയാണ്. രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അങ്ങനെ പല പ്രശ്നങ്ങൾ. അപ്പോഴാണ് ഞാൻ ദുബായ് പള്ളിയിൽ പോയി. എന്നെ ഒരു ദുബായ് പള്ളിയിൽ പ്രോഗ്രാമിന് വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ നാട്ടിൽ നടത്താൻ പോകുന്ന പരിപാടിയുടെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ വിളിച്ച് ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് റജിയച്ചനാണ് അവിടുത്തെ വികാരി. അച്ഛൻ പെട്ടെന്ന് ഞാനിങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് എന്നോട് ചോദിച്ചാൽ എന്നെ പരിപാടി ചെയ്തൊന്നുമില്ല. ഞാൻ പറഞ്ഞിങ്ങനെ ഈ വീടുകളിലുള്ള രോഗികളെയൊക്കെ പോയി കാണുക, അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു 60ഓളം പേര് എൻ്റെ കൂടെ കൊണ്ടുവരും. അപ്പോൾ അതിനു വേണ്ട പരിപാടികൾ ഞാൻ നീക്കിക്കൊണ്ടിരിക്കും. അതിനൊരു രോഗികളെ നീക്കാൻ ഒരു ആംബുലൻസ് നീക്കുകയാണ്. അതിനെ ഞാൻ ബാംഗ്ലൂർ ഒരു റോട്ടറി ക്ലബ്ബുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് വൈകിട്ടത്തെ കൺവെൻഷൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ അച്ഛൻ അനൗൺസ് ചെയ്തതാണ് ഈ അച്ഛന് ഒരു ആംബുലൻസ് മേടിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ അവിടെ ആംബുലൻസിനുള്ള മുഴുവൻ പൈസയും കിട്ടി. ആ പൈസയായി ഞാൻ നാട്ടിൽ വന്നു. അങ്ങനെ ആരംഭിച്ചതാണ് നമ്മുടെ ലൈഫ് ഓഫ് സർവീസും അതുപോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ശുശ്രൂഷ. ഇന്ന് 42-ലധികം രോഗികൾ കോട്ടയത്തും 25-ലധികം രോഗികൾ മൂവാറ്റുപുഴയിൽ, പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ഈ 4-ാം തീയതി ഒരു സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അവിടെ തെരുവിൽ കഴിയുന്ന മനുഷ്യരെ എത്തിച്ച് അവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും കൊടുത്തുകൊണ്ട് അവരെ കരുതുന്ന ഒരു ശുശ്രൂഷയും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ചാരിറ്റി ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തതിന്